ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റ് സമ്മേളനത്തിൽ അടുത്ത ആഴ്ച ബിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നിയമനിർമ്മാണം കാലതാമസം കൂടാതെ ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബിൽ പാസാക്കുന്നതിന് ഒരുവിധ തടസ്സവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. बिल तो हम लोग तो तैयारी कर रहे हैं, टाइमिंग वगैरह हम बताएंगे. हम तो प्रधानमंत्री जी ने कहा है कि छात्रों को लेकर के जो हम बिल ला रहे हैं तो उसमें कोई विलम्ब नहीं होना चाहिए. देश भी ये चाहते हैं, जो प्रधानमंत्री जी ने कहा है, इसमें कोई रुकावट पैदा करने के लिए कोई हथकंडे अपनाना ठीक नहीं होगा. We are taking important steps for the future of the students. CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും. പരീക്ഷാ രീതികളുടെ പരിഷ്കരണം സംബന്ധിച്ച CJPയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും കേട്ടതായി ചർച്ചയ്ക്ക് ശേഷം ശ്രീ JP നദ്ദ പറഞ്ഞു. 3 നിർദ്ദേശങ്ങളാണ് CJP മുന്നോട്ട് വച്ചതെന്നും നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CJP മുന്നോട്ട് വച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി CJP വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചു. എങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സഭ വീണ്ടും ചേരുക. കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് പാർലമെന്റ് ഇന്ന് ആദരം അർപ്പിച്ചു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ നേരിട്ടെത്തി വിലയിരുത്തി. ജയിൽ വകുപ്പ് മേധാവി S. ശ്രീജിത്ത് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരുവാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്ന് നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30-നകം പൂർത്തിയാക്കി കെട്ടിടം ആർസിസിക്ക് കൈമാറണം എന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. 52 ദിവസത്തെ നിരോധനം ഈ മാസം 31-നാണ് അവസാനിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 ടീമുകളിലായി 140ഓളം ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ അഴീക്കൽ വരെ 45ഓളം കടവുകളിലെ 1000ഓളം യാനങ്ങൾ പരിശോധിച്ചു. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു. സംസ്ഥാനത്തെ ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ 5ാം സ്ഥാനത്തെത്തി കേരള ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിച്ചതായി ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നോർക്കയുമായി സഹകരിച്ച് കോഴിക്കോട് പ്രവാസി സംഗമവും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് ഐടി മീറ്റും കോട്ടയത്ത് കർഷക സംഗമവും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കെടിഡിസിയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ പാരാ സ്വിമ്മിംഗിൽ രവിവീര വെങ്കട് ബുഡിഗിനെയും അലി ഇമാമും ഫൈനലിൽ യോഗ്യത നേടി. 65ാമത് സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ജൂലൈ 28 വരെ രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് മത്സരങ്ങൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ലോകമെമ്പാടും നിറഞ്ഞ ഫുട്ബോൾ ആവേശം കേരളവും പൂർണ്ണമായും നെഞ്ചിലേറ്റിയെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ ഓരോ കോണിലും ലോകകപ്പ് നേരിട്ട് നടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിലെയും കുട്ടികളിലെയും ഫുട്ബോൾ താൽപര്യത്തെ മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച 1 മില്യൺ തൂഫാൻ ഗോൾ പദ്ധതി വൻ വിജയമായതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അണ്ടർ 15 ബോയ്സ്, അണ്ടർ 17 ഗേൾസ് സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.